തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മിക്കവാറും രാജിവെക്കേണ്ടി വരും ഗോവിന്ദൻ മാഷിന് എന്ന കാഴ്ചപ്പാടിലായിരിക്കും കാര്യങ്ങളെത്തുക. CPIയിലും അത് തന്നെയായിരിക്കും സംഭവിക്കുക. അതായത് രണ്ടിടത്തും ഒരു പൊട്ടിത്തെറി ഉറപ്പ്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ CPI സംസ്ഥാന ഘടകത്തെ കാത്തിരിക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും. 25 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി പകുതി സീറ്റിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയരും. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിയണമെന്നും ആവശ്യമുയരാനുള്ള സാധ്യതയുണ്ട്. 12 സീറ്റിൽ ജയിക്കുമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. 12 സീറ്റിലെങ്കിലും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വം മാറണമെന്ന ആവശ്യമാണ് ഉയരാൻ പോകുന്നത്. പകുതി സീറ്റിൽ ജയിക്കാനായില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മുൻകൈയിൽ എടുത്ത തീരുമാനങ്ങളാണ് അതിന് കാരണമാവുക എന്നാണ് CPI നേതാക്കളുടെ അഭിപ്രായമുണ്ടാവുക. 30 കൊല്ലമായി CPI മുടങ്ങാതെ ജയിച്ചു പോന്ന നാദാപുരം മണ്ഡലമാണ് നേതാക്കൾ ഉദാഹരണമായി എടുത്തു കാട്ടുന്നത്. പാർട്ടിയും മുന്നണിയും നടത്തിയ കണക്കെടുപ്പിലും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ സർവേകളിലും നാദാപുരത്ത് LDF സ്ഥാനാർത്ഥി P വസന്തം ജയിക്കുമെന്ന് പറയുന്നില്ല. UDF സ്ഥാനാർത്ഥിയായ KM അഭിജിത്ത് ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങളിലെ പ്രവചനം. ദേശീയ കൗൺസിൽ അംഗമായ P വസന്തത്തെ നാദാപുരത്ത് മത്സരിപ്പിക്കണമെന്നത് ബിനോയ് വിശ്വത്തിന്റെ നിർബന്ധമായിരുന്നു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മോഖേരിയുടെ ഭാര്യ എന്നതായിരുന്നു ബിനോയ് വിശ്വം നാദാപുരത്ത് P വസന്തത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം. CPI സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് വരെ പാർട്ടിയുടെ ഒരു ഘടകത്തിലോ ബഹുജന ഘടകത്തിലോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള പദവി വഹിച്ചിട്ടില്ലാത്ത ബിനോയ് വിശ്വത്തെ സംസ്ഥാന നേതൃത്വത്തിൽ സഹായിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ സത്യ മൊഹേരിയാണ്. ഈ ഉപകാര സ്മരണ കൊണ്ടാണ് ജയസാധ്യത ഇല്ലെന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടും P വസന്തത്തിന് വേണ്ടി ബിനോയ് വിശ്വം വാശി പിടിക്കാൻ കാരണം. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നിട്ടുള്ള സത്യം മൊഗേരി ആ പരിചയത്തിലാണ് സംസ്ഥാന സെന്ററിൽ പ്രവർത്തിച്ച് ബിനോയ് വിശ്വത്തെ സഹായിക്കുന്നത്. നാദാപുരം സീറ്റിൽ കോഴിക്കോട് ജില്ലാ കൗൺസിൽ നിർദ്ദേശിച്ച പേരിൽ ഒന്ന് മാത്രമായിരുന്നു P വസന്തം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്ന CN ചന്ദ്രന്റെ പേരായിരുന്നു നാദാപുരത്ത് സീറ്റിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P ഗവാസിന്റെ പേരും പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ CN ചന്ദ്രന്റെയും ഗവാസിന്റെയും പേരുകളോട് ബിനോയ് വിശ്വം യോജിച്ചില്ല. CPI സംസ്ഥാന നേതൃത്വത്തിലെ CPIയിലെ ഗ്രൂപ്പ് പോരിൽ ബിനോയ് വിരുദ്ധ പക്ഷത്തുള്ള നേതാവാണ് CN ചന്ദ്രൻ. ഇതാണ് ബിനോയ് വിശ്വം ചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിക്കാതിരുന്നത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുതിർന്ന നേതാവ് EK ഇസ്മയിലിന്റെ വലംകയ്യനായിരുന്നു CN ചന്ദ്രൻ. നാദാപുരത്ത് CN ചന്ദ്രൻ മത്സരിച്ചിരുന്നില്ല എങ്കിൽ CPMന്റെ നല്ല പിന്തുണ ലഭിക്കുമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബ ബന്ധുവാണ് ചന്ദ്രൻ. CPM കൈ മെയ് മറന്ന് പൊരുതാനിറങ്ങിയിരുന്നുവെങ്കിൽ ജയം ഉറപ്പാക്കാമായിരുന്നുവെന്നാണ് CPI നേതാക്കൾ പറഞ്ഞത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിമിതികളുള്ള വസന്തത്തിന് ആ പിന്തുണ വേണ്ടത്ര കിട്ടിയില്ല എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. നാദാപുരം കൂടാതെ തൃശൂർ, നാട്ടിക, നോർത്ത് പരവൂർ തുടങ്ങിയ സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും സംസ്ഥാന സെക്രട്ടറിക്ക് പാളിച്ച പറ്റിയെന്ന് CPI നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂരിൽ ഒരു ടേം മാത്രം പിന്നിട്ട P ബാലചന്ദ്രന് പകരമായി അവതരിപ്പിച്ച എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നാണ് CPI നേതാക്കളുടെ വിമർശനം. CPIയിലെ സ്ഥാനാർത്ഥികൾ തോറ്റുകഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ബിനോയ് വിശ്വത്തിന് നേരെയായിരിക്കും CPIയിലെ മറ്റ് നേതാക്കൾ വിരൽ ചൂണ്ടാൻ പോകുന്നത്. എന്തായാലും CPI പണ്ടത്തെ പോലെ ഒന്നും ശക്തമായിട്ട് നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവർക്ക്, അതായത് ഇടതുപക്ഷത്തിന് എന്തായാലും ഇത്തവണ ഒരു സീറ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഭരണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.